നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. T20 ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കിയ ശേഷം ടീം ഇന്ത്യ സൂപ്പർ 8 പോരാട്ടത്തിനായി കച്ചമുറുക്കുകയാണ്. ഞായറാഴ്ച രാത്രി 7-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് ഇന്ത്യയുടെ ആദ്യ അംഗം. അതിനുശേഷം സിംബാബ്വേയെയും പിന്നാലെ വെസ്റ്റ് ഇൻഡീസിനെയും ഇന്ത്യ നേരിടും. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച മത്സരങ്ങളെടുത്താൽ സ്പിന്നർമാർ ഇന്ത്യയെ ശരിക്കും വെള്ളം കുടിപ്പിച്ചതായി കാണാം. പാകിസ്ഥാൻ മാത്രമല്ല, ഗ്രൂപ്പിലെ ശേഷിച്ച 3 അസോസിയേറ്റ് ടീമുകളിലെ സ്പിന്നർമാരെ പോലും ഇന്ത്യയുടെ ലോകോത്തര ബാറ്റിംഗ് നിര നേരിടാൻ പാടുപെട്ടു. ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായ റയാൻ ടെൻ ഡുഷാറ്റയും ഇപ്പോൾ ഇക്കാര്യം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ടൂർണമെന്റിൽ ഇതിനകം കളിച്ച 4 മത്സരങ്ങളിൽ 3ലും ബെഞ്ചിലിരിക്കേണ്ടി വന്ന മലയാളി താരം സഞ്ജു സാംസണെ ഇനി പരീക്ഷിക്കാനിടയുണ്ടെന്ന വമ്പൻ സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇതോടെ സൂപ്പർ 8-ൽ സഞ്ജുവിനെ കാണാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ലോകകപ്പിലെ 4 ഗ്രൂപ്പ് മത്സരങ്ങളിലായി ഇന്ത്യൻ ടീം ആകെ നേരിട്ടത് 42 ഓവറുകളാണ്. 7-ന് തൊട്ടുമുകളിൽ റൺറേറ്റിൽ നേടാനായത് വെറും 315 റൺസുമാണ്. ഇതിനിടെ 15 വിക്കറ്റുകളും ഇന്ത്യ നഷ്ടമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സയീം അയ്യൂബിനെയും ഉസ്മാൻ താരിഖിനെയും നേരിടാൻ ഇന്ത്യ വിഷമിച്ചു. USA, നമീബിയ, നെതർലാൻഡ്സ് ടീമുകളുടെ സ്പിന്നർമാരും ടീമിന് വെല്ലുവിളി ഉയർത്തി. നെതർലാൻഡ്സുമായുള്ള കളിയിലേക്ക് വന്നാൽ അവരുടെ ബൌളർമാർ ഒരുപാട് തവണ സ്ലോ ബോളുകൾ എറിഞ്ഞതായി റയാൻ ടെൻ ഡുഷാറ്റെ ചൂണ്ടിക്കാട്ടി. എതിർ ടീമുകൾ നമുക്കെതിരെ ഒരുപാട് ഫിംഗർ സ്പിൻ എറിയുന്നുണ്ട്. ഒരുപാട് ഇടംകൈ ബാറ്റർമാർ നമ്മുടെ ലൈനപ്പിലുള്ളതുകൊണ്ടാണിത്. അത് വെല്ലുവിളി തന്നെയാണ്. ഇടംകൈയ്യൻ താരങ്ങൾ കൂടുതലുള്ളത് എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുപാട് ഓപ്ഷനുകളില്ല. എന്നാൽ നമുക്ക് സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നുണ്ടെന്നുമാണ് ഡുഷാറ്റെ പറഞ്ഞത്. കൂടുതലും ഇടംകൈയ്യൻ ബാറ്റർമാരായതിനാലും ഇത് എതിർ ടീം സ്പിന്നർമാർക്ക് പ്ലാനിംഗ് എളുപ്പമാക്കുന്നതുകൊണ്ടും സഞ്ജുവിനെ പ്ലേയിംഗ് 11ലേക്ക് തിരികെ വിളിച്ചേക്കുമെന്ന വമ്പൻ സൂചന കൂടിയാണ് അസിസ്റ്റന്റ് കോച്ച് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിലെ ടോപ്പ് 8 എടുക്കുകയാണെങ്കിൽ വലംകൈയ്യൻ ബാറ്റർമാരായുള്ളത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എന്നിവർ മാത്രമാണ്. ഓപ്പണിംഗ് ജോഡികളായ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ശിവം ദുബെ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ തുടങ്ങിയവരെല്ലാം ഇടംകൈയ്യന്മാരാണ്. തുടരെ 3 ഇന്നിംഗ്സുകളിൽ ഡെക്കായ അഭിഷേകിന് പകരം സഞ്ജുവിനെ പ്ലേയിംഗ് 11ലേക്ക് ഇന്ത്യ കൊണ്ടുവരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. നമീബിയയുമായുള്ള 2ാമത്തെ മത്സരത്തിൽ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. 8 ബോളിൽ 22 റൺസ് സഞ്ജു അടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ഇത്തവണ ഏറ്റവുമധികം ബുദ്ധിമുട്ടിച്ചത് ഫിംഗർ സ്പിന്നാണെന്നാണ് റയാൻ ടെൻ ഡുഷാറ്റയുടെ വിലയിരുത്തൽ. പാകിസ്ഥാൻ നമുക്കെതിരെ 14 ഓവർ ഫിംഗർ സ്പിന്നാണ് പരീക്ഷിച്ചത്. 78 റൺസിനോ മറ്റോ 4 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. ഇത് വലിയൊരു നമ്പറൊന്നുമല്ല. കൊളംബോയിലെ വിക്കറ്റ് ബുദ്ധിമുട്ടേറിയതായിരുന്നു. നെതർലാൻഡ്സിനെതിരെ ആര്യന്തത്തിന്റെ 4 ഓവറുകൾ ശരിക്കും വെല്ലുവിളിയായിരുന്നു. സൂപ്പർ 8-ലെ ഇനിയുള്ള മത്സരങ്ങളിലും നമുക്ക് ഒരുപാട് ഫിംഗർ സ്പിന്നിനെതിരെ കളിക്കേണ്ടതായും വരും. ഗെയിമിന്റെ ആ ഘട്ടത്തിൽ ആധിപത്യം പുലർത്തേണ്ടത് പ്രധാനമാണെന്നും അസിസ്റ്റന്റ് കോച്ച് കൂട്ടിച്ചേർത്തു.